ഏവർക്കും സ്നേഹവന്ദനം. ഇസ്രായേൽ, ദ സ്ട്രഗിൾ ഫോർ സർവൈവൽ ആൻഡ് ദ ബിബ്ലിക്കൽ പ്രോമിസ് ഓഫ് പീസ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ജീവൻ രക്ഷയ്ക്കായുള്ള പോരാട്ടവും ദൈവവാക്തത്തിലെ സമാധാനവും എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി ചുരുക്കമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ അയച്ചു കൊടുക്കുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണമേ എന്ന് താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രമല്ല, ബൈബിളിന്റെ ഒരു ഹൃദയഭൂമിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണത്. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശത്തെ വാഗ്ദത്തമായി അവകാശമായി കൊടുക്കുമെന്ന് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ല, 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള വാഗ്ദത്തമാണ് ഇത്. എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ നടുവിൽ തന്നെയാണ് നൂറ്റാണ്ടുകളായുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു അവകാശം ഇതിനകത്തുണ്ട്. യഹൂദന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ദേശത്ത് വേരുറപ്പിച്ചവരായിരുന്നു. രാജാവായ ദാവീദ് യെരുശലേമിനെ തലസ്ഥാനമാക്കിയപ്പോൾ അത് BC 1000 ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദേശം ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയായിട്ട് അറിയപ്പെട്ടു. റോമാക്കാർ AD 70 യെരുശലേമിനെ നശിപ്പിച്ചതിന് ശേഷവും യഹൂദന്മാർ ഈ ദേശത്ത് നിന്ന് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. 1897 സയോണിസം ഉദിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരവ് ആത്മീയമായൊരു വിളിയായിട്ടാണ് പല ആളുകളും കാണുന്നത്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വിളി മാത്രമായിരുന്നില്ല. മൂന്നാമതായിട്ട് രാഷ്ട്രീയ ജനനം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പിറവി അത്ഭുതത്തിന്റെ ഒരു കഥയാണ്. ഹോളോകോസ്റ്റ് കഴിഞ്ഞപ്പോൾ ലോകം യഹൂദന്മാരുടെ വേദനയെ കണ്ടു. ഞാൻ മുൻ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 1948 മെയ് 14 ഇസ്രായേൽ ജനിച്ചു. 2000 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനത വീണ്ടും ഉയർന്നു വന്നു എന്നുള്ളതായിരുന്നു ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയം. അടുത്ത ദിവസം തന്നെ 5 അറബ് രാജ്യങ്ങൾ ഈ ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷേ ഇസ്രായേൽ അവിടെ നിലനിൽക്കാൻ മാത്രമല്ല, അവർ ജയാളികളായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതൊരു ചെറിയ രാഷ്ട്രം മാത്രമായിട്ടും അതിന്റെ ജീവ നിരോധനത്തിന്റെ അത്ഭുതമായിട്ടുള്ള കഥ ലോകം മുഴുവനും ഇന്നും ചരിത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാമതായിട്ട് സുരക്ഷയും നിലനിൽപ്പും. ഇസ്രായേൽ 1948 മുതൽ 7 വലിയ യുദ്ധങ്ങളും നിരവധിയധികം ഭീകരാക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. 1967 6 ദിവസം നീണ്ട യുദ്ധത്തിൽ അവരുടെ തലസ്ഥാനമായ യെരുശലേം വീണ്ടും അവർക്ക് കൈവശപ്പെടുത്തുവാൻ സാധിച്ചു. യഹൂദരുടെ ആത്മീയ മാധ്യസ്ഥം അവർക്ക് തിരിച്ചു പിടിക്കുവാൻ കൊണ്ട് ഇടയായിത്തീരുന്നു. 1973 യോങ്കിപ്പൂർ ദിനത്തിൽ നടന്ന ആക്രമണം പോലും അവരുടെ ഉറച്ച മനസ്സിനെ തകർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് കാണിക്കുന്നു. സുരക്ഷയാണ് ഇസ്രായേലിന്റെ പ്രധാനമായിട്ടുള്ള അവകാശം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അവർ ഭീഷണിയുടെ നടുവിൽ ജീവിക്കുന്നു എന്ന് ഈ അടുത്ത സമയത്ത് ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഞ്ചാമതായിട്ട് ഹമാസും ഭീകരതയും. ഹമാസ് 1987 സ്ഥാപിതമായപ്പോൾ അതിന്റെ ലക്ഷ്യം തന്നെ ഇസ്രായേലിനെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റൊരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പിറവി കൈക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് വേണ്ടി കേരളത്തിലെ ചില സുഹൃത്തുക്കള് ഇൻക്ലാബ് വിളിക്കുക, അവരെ ചില ഫ്ലാഗുകളുമായിട്ട് നടക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പൊതു യാത്രകളെയൊക്കെ തടസ്സപ്പെടുത്തുക, ഇവിടെ സമരങ്ങൾ നടത്തുക എന്നിവ വേണ്ടിയിട്ടാണ്. അവിടെ പലസ്തീനിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന നിലനിൽക്കണം, അവർക്ക് ജയം ഉണ്ടാകണം എന്നുള്ളതിന് വേണ്ടിയിട്ട്. എത്ര ഹീനമായിട്ടുള്ള തലച്ചോറാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കുണ്ട് ഉള്ളത് എന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞുകൊള്ളണം. ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഇസ്രായേലിലേക്ക് അവര് ദിനംതോറും അയച്ചിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. ചരിത്രം അറിയുന്ന ആളുകളും നിഷ്പക്ഷമായി വായിക്കുന്ന ആളുകളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിലേക്ക് സാധാരണക്കാരുടെ നാശത്തിന് വേണ്ടിയിട്ട്, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റോക്കറ്റുകളൊക്കെ അയക്കുന്നത്. അവർക്ക് വിദേശ ഫണ്ടുകളെ ശേഖരിച്ചിട്ട് ആ വിദേശ ഫണ്ടുകളെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള ഈ ഹമാസിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ലിബറലുകളൊക്കെ വളരെയധികം ശക്തമായി കുരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപ്പോൾ ഹമാസ് സ്വന്തം ജനങ്ങളെയും മനുഷ്യ വാളായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അവരെ മോസ്കുകളിലും ആശുപത്രികളിലും ആയുധങ്ങള്
മറച്ചു വെച്ചിരുന്നു. അതൊക്കെ ഈ അടുത്ത സമയത്ത് IDF ഒക്കെ കയറി പിടിച്ചുള്ളത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. 2023 ഒക്ടോബർ 7 ആക്രമണം, നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ട ഭീകരതയുടെ ആ ദിവസം. അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ പ്രതിരോധ നടപടികളിൽ തുടങ്ങിയപ്പോൾ ഇവിടെ കടന്ന് ഇരവാദം മുഴക്കിയായിട്ടുള്ള ആളുകൾ ഇന്നും അവർക്ക് വേണ്ടി നമുക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് മാത്രമാണ്. ആറാമതായിട്ട് അന്താരാഷ്ട്ര നിലപാടും അതുപോലെ തന്നെ മാധ്യമ വിദ്യകളും. പല മാധ്യമങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഭീകര സംഘടന. എന്തിനേറെ നമ്മുടെ മുഖ്യൻ പോലും ഇസ്രായേലിനെ വിളിച്ച് തെമ്മാടി രാഷ്ട്രമെന്നാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ ഈ തത്വശാസ്ത്രം, നിങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസം ഉണ്ടായിരിക്കുന്നത്, മാർക്സിസം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്. ഇസ്രായേലിനെ ആക്രമി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ പോരാടുന്നത്, അല്ലാതെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിന് വിഘാതമായിട്ട് അവരുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ആരുണ്ടോ അവരെ പിഴുതു മാറ്റുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അവരുടെ വാദം. പക്ഷേ ഒരു രാജ്യത്തിന് തന്റെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അവകാശം അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശമാണെന്ന് ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുകയും ഇംഗ്ലാബ് വിളിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഓർത്തുകൊള്ളണം. ഇസ്രായേൽ ആശുപത്രികളും വിദ്യാലയങ്ങളും സംരക്ഷിക്കാൻ മുന്നണിയിൽ സാങ്കേതിക വിദ്യയും മനുഷ്യവിരുദ്ധം അവർ ഉപയോഗിക്കുന്നു. അത് അവരുടെ മേന്മയാണ്, അവരുടെ സുരക്ഷിതത്വം അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഓക്കി വരുമ്പോഴും മറ്റുള്ള സുനാമി ഒക്കെ വരുമ്പോൾ നിങ്ങൾ AC മുറിയിൽ കിടന്നുറങ്ങുകയും പാവപ്പെട്ട ജനത വെള്ളത്തിനടിയിലേക്ക് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളല്ല. അതുപോലെ തന്നെ അണക്കെട്ട് തുറന്നു വിട്ടിട്ട് ജനങ്ങൾക്ക് ഭീതി വരുത്തുന്ന സാഹചര്യമല്ല അവരുടെ നാട്ടിൽ അവർ ചെയ്യുന്നത്. അവരുടെ ജനത്തിന്റെ സുരക്ഷിതത്വം അവരുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് അവരത് ചെയ്യുന്നു. ഏഴാമതായിട്ട് ബൈബിളിലെ ഇസ്രായേലിന്റെ സ്ഥാനം കൂടെ നമ്മൾ ചിന്തിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞുവല്ലോ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ബൈബിൾ മുഴുവനും ഇസ്രായേലിന്റെ പഴയ നിയമം മുഴുവനും തന്നെ ഇസ്രായേലിന്റെ സംഭവമാണ്, ചരിത്രമാണ്. പരാജയവും പുനർജീവനവും വാഗ്ദത്തങ്ങളും ഒക്കെ അതിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള, അബ്രഹാമിന്റെ സന്തതി പരമ്പരയോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ അതിന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് മറന്നു പോകരുത്. ക്രൈസ്തവരായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകൾ സ്നേഹത്തോടും പ്രാർത്ഥനയോടും നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്ത് ശത്രുക്കളായിട്ടുള്ളവരും മിത്രങ്ങളായിട്ടുള്ളവരും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങൾ അത് ചെയ്യും. സമാധാനത്തിനായിട്ട് നമ്മൾ നിലനിൽക്കണം. കാരണം യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. സമാധാനം എന്നത് അനീതിക്ക് മീതെ നിൽക്കുന്ന നീതിയുള്ള സമാധാനമാണ്. സമാധാനം സംജാതമാകണമെങ്കിൽ നീതി നടപ്പിൽ വരണം. നീതി ഉള്ളിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. അനീതി ഉള്ളിടത്ത് സമാധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും സമാധാനത്തെ പ്രഘോഷിക്കുന്നവരായിരിക്കണം. കാരണം അവർ നീതിയുടെ ഒപ്പമായിരിക്കും നിൽക്കുക, നീതിക്ക് വേണ്ടിയായിരിക്കും നിൽക്കുക, കരുണയോടും ആർദ്രതയോടും സ്നേഹത്തോടും കൂടി ആയിരിക്കും അവർ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഇസ്രായേലിന് വേണ്ടിയും പലസ്തീനികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഭീകരതയെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ഭീകരതയെ നമ്മൾ തള്ളിപ്പറയുകയും ചെയ്യണം. ഇസ്രായേൽ ഒരു ദേശമല്ല, ദൈവത്തിന്റെ പ്രവചനത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ്. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. സമാധാനം, സുരക്ഷ, ദൈവത്തിന്റെ ഇച്ഛ നിറവേറ്റാം, ഇതെല്ലാം നടപ്പിലാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിനെന്ന് 122-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ദേശങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകട്ടെ, ഗാസയിൽ സമാധാനം ഉണ്ടാകട്ടെ. അത് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ പാർക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നീതിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണം. അതിനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ.